വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ട്യൂഷനൊന്നും പോയില്ല, കാരണം നല്ല മഴയുണ്ട് ഇവിടെ. നല്ല മഴയല്ല, അത് രാവിലെ തൊട്ട് തുടങ്ങിയ ചെറിയ ചാറ്റൽ മഴയാണ്. അത് ഇടയ്ക്ക് 2 മിനിറ്റ് നിൽക്കും, അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും മഴ, പിന്നെ നിൽക്കും, പിന്നെ വീണ്ടും മഴ. അങ്ങനെ നിൽക്കാൻ ട്യൂഷനൊന്നും പോയില്ല. കാരണം തന്നെ ഈ ഞങ്ങൾ ട്യൂഷൻ വീട്ടിലെ പിള്ളേർക്കൊക്കെ നല്ല പനി ഒക്കെ ആയതുകൊണ്ട് ബാക്കിയുള്ളവരെ പനി പിടിപ്പിക്കേണ്ടതുകൊണ്ട് ഞങ്ങളൊന്നും പോകുന്നില്ല. ഏകദേശം ഒരാഴ്ച എങ്ങാണ്ടായി ട്യൂഷന് പോയിട്ട്. ഇനി നാളെ മുതലൊക്കെ പോയി തുടങ്ങണമെന്നുണ്ട്. പക്ഷേ ഈ മഴ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് എങ്ങനെ പോകുമെന്ന് വിചാരിച്ചിരിക്കുക. ഇനിയിപ്പോൾ അടുത്ത ആഴ്ച സ്കൂൾ തുറക്കുമല്ലയോ, ബുധൻ വ്യാഴം അടുത്ത തിങ്കളാഴ്ച സ്കൂളിൽ പോകണം. അയ്യോ, ഈ മഴയത്ത് എനിക്ക് സ്കൂളിൽ പോകാൻ വേണമെങ്കിൽ ഇഷ്ടം. 1 മാസം 2 മാസം പെട്ടെന്നൊക്കെ പോയതുപോലും അറിഞ്ഞില്ല. പിന്നെ ഡാൻസ് ക്ലാസ്സിന് പോയിട്ട് 1 മാസമായി. മഴ പിന്നെ ഈ അമ്മയ്ക്കും വയ്യായിരുന്നു. അങ്ങനെ വെള്ളം കുടിക്കണം കേട്ടോ. എല്ലാവർക്കും യൂറിനറി ഇൻഫെക്ഷൻ, എൻ്റെ അമ്മയ്ക്ക് യൂറിനറി ഇൻഫെക്ഷൻ, ചേച്ചിക്ക്, എല്ലാവർക്കും. അതാ ചൂടായിരുന്നപ്പോൾ എല്ലാവരും നന്നായിട്ട് വെള്ളം കുടിക്കും. പക്ഷേ ഈ മഴയൊക്കെ ആയപ്പോൾ എല്ലാവരും വീണ്ടും വെള്ളം കുടിക്കുന്നത് പോലും അറിയുന്നില്ല. വെള്ളം കുടിക്കുന്നുണ്ടോ ഡോക്ടർ ചോദിച്ചത് പറയുമ്പോൾ എന്നാ ലാസ്റ്റായിട്ട് കുടിച്ചതെന്ന് പോലും ഓർക്കുന്നില്ല എന്ന രീതിയിലായിരുന്നു ഇരിക്കുന്നത്. ഇവിടെ 2 എണ്ണം എങ്ങനെയൊക്കെ സ്കൂളിൽ പോയി സ്കൂളിൽ പോകാതിരിക്കാൻ നോക്കുക, മഴയത്തൊക്കെ ഇറങ്ങി ഇന്ന് പനി പിടിപ്പിക്കാൻ. നല്ല മഴയാണ് ഇവിടെ. മിക്കുവിനെയും പിങ്ങുവിനെയും റോക്കിയൊക്കെ അയച്ചു വിട്ടിട്ട് കുറേ എല്ലാ ദിവസവും രാവിലെ അയച്ചു വിടുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ അവരെ അയച്ചു വിട്ടില്ല, കാരണം രാവിലെ തൊട്ട് മഴയാണ്. പിന്നെ ഇവരെ കുളിപ്പിക്കാനും ഒക്കത്തില്ല, നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര സ്മെല്ലൊക്കെ. കുളിപ്പിക്കാനിപ്പം ഈ മഴ തോന്നിട്ടൊക്കെ കുളിപ്പിക്കാമെന്നൊക്കെ പറഞ്ഞിരിക്കുക. പക്ഷേ എന്നാ ഇനി മഴ തോന്നണമെന്ന് പറഞ്ഞിരിക്കുക, അതുകൊണ്ട് അവരെ അയച്ചു വിട്ടില്ല. 3 പേരും കൂടെ ഇരുന്ന് നോക്കി. എന്താടാ അയച്ചു വിട്ടില്ലേ രാവിലെ? അയച്ചു വിടട്ടെ പിങ്കു? 3 പേരും മൂക്കും വെളി ഇട്ടിട്ട് നിൽക്കും. അച്ചായോ ചായ? അവനെ പിന്നെ സെപ്പറേറ്റ് അയച്ചു വിടുന്നത്. അവൻ പിന്നെ അയച്ചു വിട്ടാൽ പിന്നെ ഈ കോമ്പൗണ്ടിലേ കാണത്തില്ല. അശ്മി എന്താ ട്യൂഷനും പോകണ്ട, വീട്ടിൽ ഇരുന്ന് പഠിക്കത്തതും ഇല്ല, ചുമ്മാ വായ നോക്കിയിരിക്കുക. പിന്നെ ഇന്ന് രാവിലെ ട്യൂഷന് പോകാൻ റെഡി ആയിരുന്നത്. പിന്നെ വേറെ ഒരുത്തി ഓടി വണ്ണം കുറയ്ക്കാൻ നോക്കുക. വെക്കേഷൻ ആയതുകൊണ്ട് ഇരുന്നങ്ങ് തീറ്റയല്ലായിരുന്നു, അത് ഓടി വണ്ണം കുറയ്ക്കാൻ തോന്നുന്നു. ആണോ? ഇത് ഇത്രയും നേരം ഭക്ഷണം നോക്കിയിരിക്കുമായിരുന്നു. ആ പൊട്ടിട്ടിരിക്കുന്നത് മറ്റവരുടെ 2 പേരുടെ അമ്മയാണ്. പക്ഷെ കണ്ട അവരുടെ കൊച്ചുങ്ങളാണേ തോന്നത്തുള്ളൂ. രാവിലെ അയച്ചു വിട്ടതില്ലല്ലോ ഇവരെ? രാവിലെ അയച്ചു വിട്ടതില്ല. ഇവര് രാവിലെ എത്ര ദിവസം നേരെ അയച്ചു വിട്ടിട്ട്? അല്ല കൊച്ചമ്മക്ക് ചൂടൊന്നും പാടില്ല. അവളെ വിശന്ന് കുടലഞ്ഞിരിക്കും. വാ, ഇവിടെ ഒരാളെ ക്ഷമിച്ചിരിക്കുക. എൻ്റെ ചോറ് എപ്പോഴും വാതില് കീഴിൽ തന്നെ വന്നിരിക്കുക തുറക്കാനായിട്ട്. മറ്റേ കൊടുത്തോ ബെല്ലയ്ക്ക്? അയ്യോ, ഞാൻ എടുത്തില്ല. സിംഹത്തിന് ഓടിരിക്കുന്നില്ല. എന്താ ഇവനെ നമ്മൾ പണ്ടൊന്ന് വിളിക്കും നരസിംഹ മന്നാടിയാരോ. ഇറങ്ങണ്ട
നനഞ്ഞ് പിന്നെ ദേഹം മൊത്തം ചോറുന്ന ചൂടാകണ്ട. ഇതുണ്ടോ, ഞാൻ രാവും പകലും കഷ്ടപ്പെട്ടിരുന്ന് വളർത്തിയ നഹ, ചുമ്മാ ഒട്ടിക്കാൻ കിട്ടുന്ന നഹ. എനിക്ക് നഖം വളർത്തണമെന്നും ഭയങ്കര ആഗ്രഹം, പക്ഷേ എനിക്ക് അറിഞ്ഞൂടാ, ഞാനങ്ങ് കടിക്കും, ഞാനങ്ങ് വെട്ടിക്കളയും, എനിക്ക് എന്താ അറിഞ്ഞൂടെ. അത് ഞാൻ എന്തിവിടെ ഈ നഖം ഇഷ്ടമാണ്, പക്ഷേ എന്തോ ഇറിറ്റേഷനോ ഇത് വെക്കുമ്പോൾ. പക്ഷേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെക്കും, അതിനെനിക്ക് കുറേ നെയിൽ പോളിഷ് ഉണ്ട്. അങ്ങനെ എനിക്ക് തോന്നുമ്പോൾ അങ്ങനെ ഒരു പണ്ട് ഞാനിങ്ങനെ ഒട്ടിക്കത്തില്ലെങ്കിൽ നെയിലിങ്ങനെ ഷേപ്പിൽ കട്ട് ചെയ്ത് വെക്കുമായിരുന്നു. ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുമായിരുന്നു, പക്ഷെ ഞാൻ ഒട്ടിക്കത്തില്ല. ഇത് ഞാനിപ്പോൾ നെയിൽ പോളിഷ് വെച്ച് തന്നെ ഒട്ടിക്കാമെന്നാ തോന്നുന്നത്. മഴയായതുകൊണ്ട് ഞാൻ പറയുന്നൊന്നും കേൾക്കാൻ പറ്റില്ല തോന്നുന്നു. അതെന്താ കാണിക്കുമോ? അതെന്താ പറയുക, മരത്ത് കൊണ്ടുപോവാണ് സൈക്കിള്, ആരും അറിയത്തില്ലല്ലോ അത്. അമ്മയെ വിളിക്കട്ടെ?